ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും അത് ഇന്നും ഒരു നീറ്റലായി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉള്ള ഒരു സിനിമയാണ് പിറവി. ഒരു അച്ഛൻ്റെ ഒരു മകന് വേണ്ടിയിട്ടുള്ള, മകൻ മരിച്ചോളൂ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാത്ത ഒരു കാത്തിരിപ്പിന്റെ, അത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ആ കുടുംബത്തിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. വൃദ്ധനായ മനുഷ്യന്റെ ആ ഒരു മനസ്സ്, അത് നമ്മയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഈ മനുഷ്യന്റെ അടിസ്ഥാന ഭാവങ്ങൾ, അത് ഏത് രാജ്യത്തായാലും ഏത് ഭാഷയിലായാലും എന്തൊരു സമാനമാണ്. അവന്റെ കണ്ണീരും സങ്കടവും പ്രണയവും വിരഹവും അവന്റെ പ്രതീക്ഷകളും അവന്റെ സ്വപ്നങ്ങളും നിരാശകളും എല്ലാം അവന്റെ ആകുലതകളും ഒക്കെ ഏതാണ്ട് സമാനമാണ് എല്ലാ ദേശത്തുമുള്ള മനുഷ്യന്റെ. അതുകൊണ്ടാണ് അത്തരം സിനിമകൾ ഈ ദേശത്തിനൊക്കെ അതീതമായ അത് മനുഷ്യരുടെ മനസ്സുമായി ഹൃദയവുമായി ഇങ്ങനെ ആഴത്തിൽ സംവേദിക്കുന്നതുകൊണ്ട്, അത് ചലച്ചിത്രങ്ങൾക്ക് അങ്ങനെ ഒരു വികാരത്തിന്റെ ഭാഷ ഉള്ളത് കൊണ്ടാണ്. അത് നമ്മുടെ വികാരങ്ങളുമായിട്ടാണ് അത്. എന്റെ കരിയറിലെ ബിഗിനിങ് ആകുമ്പോഴത്തേക്കും നമ്മൾക്കും പേടിയാണ്, എങ്ങനെയായിരിക്കും എന്തായിരിക്കും. പക്ഷെ വളരെ കംഫർട്ടബിൾ ആയിട്ട്, അതും ആ കാസ്റ്റിംഗ് തന്നെ, ഇപ്പൊ യവനികയിലെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത്ര ഓരോ ക്യാരക്ടേഴ്സും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ആസ് എ ലേമാൻ തോന്നിയിട്ടുള്ളത്. പക്ഷേ പടം കണ്ടവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ഇത്രയും വർഷം സിനിമ കഴിഞ്ഞിട്ട് ഞാനൊരു വലിയൊരു ബ്രേക്ക് എടുത്തതല്ല, മനഃപൂർവ്വം എടുത്തതല്ല. പക്ഷെ ഞാൻ പുറത്തായിരുന്നു, എൻ്റെ ഫാമിലി അവിടെയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെയ്തൊരു പടമാണ് മഹേഷിൻ്റെ മാലിക് എന്ന് പറഞ്ഞ പടം. അപ്പം മഹേഷ് ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇല്ല ചേച്ചിക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ചേച്ചി ഞങ്ങൾക്ക് എത്ര പ്രാവശ്യമാണ് യവനിക കണ്ടിരിക്കുന്നത്, ആ യവനികയുടെ വന്ന കഥാപാത്രം അതൊക്കെ ഞങ്ങൾ സിനിമ പഠിച്ചു വരുന്ന ആൾക്കാരെന്നുള്ള മട്ടിൽ ഞങ്ങൾക്ക് ഒരു ഐക്കോണിക് ഫിലിമായിരുന്നു അത്. അങ്ങനത്തെ ഒരു ഫിലിമിൽ ചേച്ചിക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ആയിരുന്നോ. ലൈക്ക് ഓഫ്കോഴ്സ് ഈ പടം ഒരു നല്ലൊരു പടമായിരുന്നു. ഈ പറഞ്ഞ പാഷനറ്റ് സിനിമയാണെങ്കിലും അത് ഇത്രയധികം നന്നായിട്ട് പോയൊരു സിനിമയാണ്. പക്ഷെ അതിലൊരു ഭാഗമാണ് കഴിഞ്ഞു വലിയൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ, അതുപോലെ തന്നെ അതിൽ എൻ്റെ മകളായിട്ട് മരുമകളായിട്ട് അഭിനയിച്ചിരുന്ന നിമിഷയാണെങ്കിലും പറഞ്ഞത് അതാണ്, ചേച്ചി ഞങ്ങളൊക്കെ സിനിമയിലേക്ക് തുടങ്ങിയപ്പം ഡയറക്ടേഴ്സൊക്കെ പറയുന്നത് നിങ്ങൾക്ക് യവനിക കാണണം എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു പടത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഇന്നും ഐ ഫീൽ വെരി ബ്ലെസ്ഡ്. അതൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഇപ്പം എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആ ഒരു സിനിമ കഴിയുമ്പോഴത്തേക്കും അത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ സാറിനെ അങ്ങനെ കാണുന്നില്ല. സോ എനിക്ക് ആ സിനിമയിലുള്ള അനുഭവം എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ ഓരോരോ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ചെയ്യുന്ന പടങ്ങൾ കാണുമ്പോഴത്തേക്കും ഏകദേശം ഇത് തന്നെ എല്ലാവരും അതെന്നൊക്കെ നമുക്ക് തോന്നുമായിരുന്നു. പക്ഷെ സാറിൻ്റെ പടങ്ങൾ അങ്ങനെയല്ല. ഈ പറഞ്ഞ പോലെ കഞ്ചോടി പാലമാണെങ്കിലും ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ആ കഥാപാത്രങ്ങൾ, സാറിൻ്റെ കാസ്റ്റിംഗ് ഇസ് സോ പെർഫെക്റ്റ്. ഓരോ കഥാപാത്രങ്ങളും ഞങ്ങൾ ഇപ്പോഴും യവനികയുടെ കാര്യം പറയുമ്പോഴാണെങ്കിൽ അതിൽ വേണിച്ചേട്ടന്മാർ രണ്ടും, നാഗവേണിച്ചേട്ടൻ എൻ്റെ കൂടെയും മറ്റേ വേണിച്ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രാത്രിയൊക്കെ അമ്പിളിച്ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് രാത്രിയൊക്കെ ഷൂട്ടിംഗ് ആണെങ്കിലും നമുക്കിങ്ങനെ ഉറക്കം വന്നിരിക്കുകയാണെങ്കിലും പക്ഷെ ആ നാടക സീൻസൊക്കെ ഞങ്ങൾ നൈറ്റാണ് എടുക്കുന്നത്. അപ്പം പക്ഷെ ആ ഒരു കൂട്ടായ്മ, ആ ഒരു ബോണ്ടിങ്, ഒരു ഫാമിലി ബോണ്ടിങ് പോലെ തന്നെയായിരുന്നു ആ സിനിമയൊക്കെ. എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന് കുറച്ച് പടങ്ങൾ, നമ്മൾ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില പടങ്ങൾ നമുക്ക് മനസ്സിൽ തട്ടി നിൽക്കുന്ന കഥാപാത്രങ്ങളും ലൈക്ക് ആ സിറ്റുവേഷൻസും ഒക്കെയാണ്. അപ്പോൾ അതിൽ നമ്മൾ രാത്രിയിലുള്ള നാടക സീൻസ് ആണെങ്കിലും അല്ലെങ്കിലുള്ള പകലുള്ള സീൻസ് ആണെങ്കിലും വളരെയധികം എൻജോയ് ചെയ്തുള്ളൊരു പടമാണ്. അപ്പം വെള്ളിച്ചേട്ടൻ്റെ പഞ്ചാരി അടിച്ചുകൊണ്ടുള്ള ഇത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും റൂമിൻ്റെ സൈഡിൽ വന്നിങ്ങനെ ചേട്ടൻ്റെ നിപ്പൊക്കെ കാണുമ്പോഴത്തേക്കും അതിൽ തൊടുപുഴ വാസന്തി ചേച്ചിയുണ്ട്. അപ്പം ചേച്ചി പറയും, അയ്യോ നമ്മൾക്ക് കാണുമ്പോൾ നമുക്ക് ചെയ്യാം, പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ടാണ് ഇരിക്കേണ്ടത് സീനിൽ, പക്ഷെ ചേട്ടൻ്റെ ആ ചേഷ്ടകളൊക്കെ കാണുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ എന്താണ് സംയമനം പാലിച്ച് നമ്മൾ അഭിനയിക്കുകയാണ്. പക്ഷെ ഇവരുടെ മുമ്പിൽ നമ്മുടെ കഥാപാത്രത്തിനെ എത്രത്തോളം മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളത് നോക്കി ചെയ്യണമല്ലോ. അതിന് ജോർജ് സാറിൻ്റെ വളരെയധികം നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. എനിക്കൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പടത്തിന് ഒരു കഥാപാത്രം ചെയ്യാൻ, നല്ല 2 കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. ജോർജ് സാറിൻ്റെ
ഈ പറഞ്ഞ പോലെ ഒരു ഡീഫ്രോക്ഡ് നണ്ണാണത്. അപ്പം അങ്ങനെയുള്ളൊരു കഥാപാത്രം. സോ ആ കാലത്ത് സാർ പറഞ്ഞ പോലെ നമ്മൾക്ക് കേൾവിയില്ലാത്തത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് എല്ലാം തുറന്നത് എന്നുള്ളൊരു മട്ടാണ്. അന്നൊക്കെ എല്ലാം മൂടി പൊതിഞ്ഞ എന്നുള്ളൊരു വ്യവസ്ഥയായിരുന്നല്ലോ. ആ സമയത്ത് സാറിന് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൽ സാറിൻ്റെ ജീവിതത്തിൽ കോളേജ് ക്യാമ്പസിൽ സാർ അതിലുള്ള ആളാകുമ്പോഴത്തേക്കും പുള്ളി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പുള്ളിക്ക് അറിയാം. അപ്പം അങ്ങനെയുള്ളൊരു പടത്തിലും എനിക്ക് വേഷം ചെയ്യാൻ കഴിഞ്ഞു. അത് രതീഷ് ചേട്ടൻ്റെ കൂടെ ആയിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള പക്ഷേ ഇതൊരു വിഷമമുണ്ട്. ഇന്ന് ഈ ഒരു സന്തോഷം നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആദ്യത്തെ ഓർമ്മ ദിവസമാണ് ഇന്ന്. പക്ഷെ ഇതിനെക്കാട്ടും സാറിന് ഹി ഡിസേർവ് മച്ച് മോർ. അത് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു ഇതെല്ലാം നമുക്കിവിടെ സിനിമാക്കാർ തന്നെ ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രം ഫിലിം ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലേക്കും കുമാർ ചേട്ടനൊക്കെ ഉള്ള പോലെ ആ ഒരു ഗ്രൂപ്പിൽ കുറേ സിനിമയിലെ എല്ലാ സെക്ഷൻസിലുള്ളവരുണ്ട്. ആർട്ടിസ്റ്റ് ആണെങ്കിലും ക്യാമറമാനുണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. സോ എല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പാണ്. പക്ഷെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഗ്രൂപ്പ് എല്ലാ മെമ്പേഴ്സ് ചേർന്ന് വിളിച്ചിട്ട് ബാക്കി ഞാൻ അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടെന്നല്ലാതെ, പക്ഷെ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി സാറിനെ പറ്റിയിട്ട് ഒരു നല്ലൊരു ഗ്യാതറിങ് തന്നെയാണ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ പ്രണാമാഞ്ജലി.